ഇന്നത്തെ നമ്മുടെ ക്ലാസ് ട്രിപ്പിൾ ക്രോഷിയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ട്രിപ്പിൾ ക്രോഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചെയിനുകൾ ഇടാം. ഇപ്പോൾ ഹുക്കിൽ വർക്കിംഗ് ലൂപ്പാണുള്ളത്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷിക്ക് വേണ്ടി കുറച്ച് ചെയിനുകൾ ആദ്യം സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട്. അതായത് 1 2 3 4 4 ചെയിനാണ് സ്കിപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, 1 2 3 4 4 ചെയിൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം ഹുക്കിന് യാൺ ഓവർ ചെയ്യാം. ഡി സിക്ക് വേണ്ടി ഒരു തവണയാണ് യാൺ ഓവർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ട്രിപ്പിൾ ക്രോഷിക്ക് വേണ്ടി 2 തവണ യാൺ ഓവർ ചെയ്യണം. ഹുക്കിൽ വർക്കിംഗ് ലൂപ്പും അതുപോലെ തന്നെ യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പും ഉണ്ട്. അതിനുശേഷം 4 ചെയിൻ സ്കിപ്പ് ചെയ്ത് 5ാമത്തെ ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത ശേഷം ഒരു ലൂപ്പ് എടുത്ത് ഇപ്പോൾ ഹുക്കിൽ 1 2 3 4 4 ലൂപ്പ് ഉണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ആദ്യത്തെ 2 ലൂപ്പിനെ ഒന്നാക്കുക. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഒരു ലൂപ്പ് എടുക്കുക. ഓക്കെ, യാൺ ഓവർ ചെയ്തൊരു ലൂപ്പ് എടുത്തു, വലതുവശത്തേക്ക് തിരിച്ചു. ആദ്യത്തെ 2 ലൂപ്പിനെ ഒന്നാക്കി ഇനി ശേഷമുള്ള 2 ലൂപ്പിനെ ഒന്നാക്കുക. അവസാനത്തെ 2 ലൂപ്പിനെയും ഒന്നാക്കുക. ഇപ്പോൾ നമുക്കൊരു ട്രിപ്പിൾ ക്രോഷി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും അടുത്ത സ്റ്റിച്ചിന് വേണ്ടി യാൺ ഓവർ ചെയ്യുക. 2 തവണ വേണം യാൺ ഓവർ ചെയ്യാൻ. അടുത്ത ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഒരു ലൂപ്പ് എടുത്ത് ആദ്യത്തെ 2 ലൂപ്പിനെയാണ് ഒന്നാക്കേണ്ടത്. ആദ്യത്തെ 2 ലൂപ്പിനെ മാത്രം ഒന്നാക്കുക. ഓക്കെ, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ മാത്രം ലൂപ്പ് എടുക്കുക. അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഒരു ലൂപ്പ് എടുക്കുക. ഓക്കെ, ഇനി അവസാനത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ലൂപ്പ് എടുക്കുക. ഓക്കെ, 3 തവണയായിട്ടാണ് നമുക്ക് ഇങ്ങനെ ലൂപ്പ് എടുത്ത് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര് ട്രിപ്പിൾ ക്രോഷ്യ. ഓക്കെ, 3 തവണയാണ് ഒന്നാക്കുന്നത്. 1 2 3. ട്രിപ്പിൾ ക്രോഷ്യ വീതി കൂടിയ ഒരു സ്റ്റിച്ചാണ്. വീതി കൂടിയ സ്റ്റിച്ചുകൾ ചെയ്യേണ്ട സ്ഥലത്ത് ട്രിപ്പിൾ ക്രോഷ്യയും യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇലകൾ ചെയ്യുമ്പോൾ അതിൻ്റെ കോർണറുകൾ കറക്റ്റ് ചെയ്യാനും അതുപോലെ ഗ്രാനി സ്ക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ കോർണറുകൾ ചെയ്യാനും ട്രിപ്പിൾ ക്രോഷ്യ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ചാണെങ്കിലും ഈ ക്ലാസ്സുകളെ കുറിച്ചാണെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. കമൻ്റായിട്ട് ചോദിക്കുക. അതുപോലെ നമുക്കത് ലൈവ് ക്ലാസ്സുകളിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് ഷോർട്ടായിട്ട് പറയുന്നത് TR എന്നാണ്. ട്രിപ്പിൾ ക്രോഷ്യ TR. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചു സിംഗിൾ ക്രോഷ്യ, SC, ഹാഫ് ഡബിൾ ക്രോഷ്യ, HDC, ഡബിൾ ക്രോഷ്യ DC, ട്രിപ്പിൾ ക്രോഷ്യ TR. ഓക്കെ, നല്ല വീതിയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്പേസും ഉണ്ട്. ഇടയിൽ നല്ല സ്പേസും വരുന്നുണ്ട്. ഈ ഒരു ചെയിൻ മുഴുവൻ അങ്ങനെ ചെയ്യാം. അവസാനത്തെ ചെയിനിലാണ് ഇനി ചെയ്യാനുള്ളത്. അങ്ങനെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റോ ആണ് ചെയ്യേണ്ടത്. സെക്കൻഡ് റോ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ചെയിനാണ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത്. 1 2 3 4 4 ചെയിൻ ചെയ്തു, ടേൺ ചെയ്യുന്നു. അതിനുശേഷം ഇനി നമുക്ക് വീണ്ടും ട്രിപ്പിൾ ക്രോഷ്യ കണ്ടിന്യൂ ചെയ്യാം. 2 തവണ യാൺ ഓവർ ചെയ്തു. താഴത്തെ DCയുടെ നേരെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ 4 ചെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് 2ാമത്തെ DCയുടെ മുകളിലുള്ള ചെയിനിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. അവിടെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ഇതേപോലെ സെക്കൻഡ് റോയും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. സെക്കൻഡ് റോയിൽ അവസാനത്തെ
ടി ആറിൻ്റെ മുകളിലും ഒരു ടി ആർ ചെയ്യുന്നുണ്ട്. ഇനി ഷേപ്പ് കറക്റ്റായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് റോയിൽ മുകളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന 4 ചെയിൻ ഉണ്ടായിരുന്നു. അതിൽ 4ാമത്തെ ചെയിനിൽ ഹുക്കിന് ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെയും ഒരു ട്രിപ്പിൾ ക്രോഷ്യ ടി ആർ ചെയ്യാം. ഓക്കെ, 4ാമത്തെ ചെയിനിലേക്ക് ഹുക്കിന് ഇൻസേർട്ട് ചെയ്യാം, അവിടെയും ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. സെക്കൻഡ് റോയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.